മൂസക്കായി എന്റെ പുതിയ നത്തോലി ഫ്രൈ പാചകക്കുറിപ്പില്ലേ അത് ഫേസ്ബുക്കിൽ ഹിറ്റാ. നെത്തോലി ഫ്രൈക്ക് എന്തിനാ പാചകക്കുറിപ്പ്? അതങ്ങോട്ട് ഫ്രൈ ചെയ്താ പോരെ? പക്ഷെങ്കിൽ എന്റെ പാചകക്കുറിപ്പിന് എത്ര ലൈക്ക് കിട്ടീന്ന് അറിയോ? എന്ത് കിട്ടീന്ന്? ലൈക്ക്. എത്ര ലേക്ക് കിട്ടീന്നൊന്നും എനിക്കറിയില്ല. നാളെ ഈ ഫേസ്ബുക്ക് ഒന്നും പറഞ്ഞു നടന്നിട്ട് അടുക്കള കയറിയില്ലെങ്കിൽ അനക്ക് എന്റെ അടുത്തുണ്ടെങ്കിൽ കിട്ടൂ. ആ ലേക്കല്ല, ഒന്നാം തരം. നിങ്ങക്ക് അസൂയ. ഞാൻ ന്യൂ ജനറേഷൻ ആയി പോയെന്റെ അസൂയ. ഇന്നങ്ങനെ തച്ചാണ്ടല്ലോ ഞാനത് ഫേസ്ബുക്കിൽ ഇടൂ. മൈ ഹസ് മൂസ തല്ലീന്ന്. അന്നെ കൊണ്ട് ഞമ്മള് തോറ്റ്. ഇതൊന്ന് മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോ. മോളൊരു ഫേസ്ബുക്ക് മാങ്ങാത്തൊലി. മൂസക്കായേ ഇങ്ങോട്ട് നോക്കി. നാളെ ഞാൻ നല്ലൊരു ഫോട്ടോ ഇടും. നിങ്ങളൊപ്പരുള്ള ഫോട്ടോ അല്ലേട്ടോ. നിങ്ങളെ കണ്ടാൽ ആരും ലേക്ക് തരൂല. നാട്ടുകാരെ ലേക്ക് ഇട്ടിട്ടല്ല നമ്മൾ ജീവിക്കണേ, നമ്മൾ അധ്വാനിച്ചിട്ടാ. അല്ല ഈ ലൈക്കിന് വെച്ചാൽ എന്തു കുന്താ? ഇഷ്ടം. എനിക്ക് 146 ലേക്ക് കിട്ടി. ആരാ ഈ 146 ആൾക്കാര്? പലരും ഉണ്ട്. ആണുങ്ങളും എത്രോ. അപ്പൊ ഓരൊക്കെ അന്നെ ഇഷ്ടപ്പെടുക? പിടിവിട്ട് പോയത്. നിങ്ങൾ ഓൾഡ് ജനറേഷനാ. ന്യൂ ജനറേഷൻകാരൊന്നും നിങ്ങൾക്ക് അറിയില്ല. ആരെങ്കിലും ചോദിച്ചാ ഫേസ്ബുക്ക് ഇല്ലാന്നൊന്നും പറയല്ലേ. ഉണ്ടെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ നാണക്കേടാ. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, വേറൊരു ബുക്ക് ഉണ്ട്. ഏത്? പറ്റുബുക്ക്. പലചരക്ക് കടയിലെ പറ്റുബുക്ക്. എനിക്ക് കിടന്നുറങ്ങണോ? നാളെ രാവിലെ മുതൽ അധ്വാനിച്ചാലേ ആ പട്ടുസിലെ കടങ്ങൾ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. പഠിച്ചോനെ, നാളത്തെ ഫോട്ടോക്ക് 250 ലൈക്കെങ്കിലും കിട്ടണേ. ഒന്ന് കിടന്നുറങ്ങടി പോത്തെ. ഓ, ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത മനസ്സേ.